ഹലോ ഹായ് വെൽക്കം ടു സരാസ് വേൾഡ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൊക്കഡാമ ആയിട്ടാണ്. ഇത് ഒരു ജാപ്പനീസ് ടെക്നിക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ളത് പായലാണ്. അപ്പോൾ ഞാനിവിടെ റിക്സിയ പേരുള്ള പായലാണ് എടുത്തേക്കുന്നത്. നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. ഈ മതിലിലും ചുമരിലും ഒക്കെ പറ്റി പിടിച്ച് വളരുന്ന ഒരു പായലാണിത്. അപ്പോൾ നമുക്ക് നല്ല പച്ച കളറുള്ള പായൽ നോക്കിയിട്ട് കുറച്ചെടുക്കാം. പിന്നെ വേണ്ടത് മണ്ണാണ്. ഞാനിപ്പോൾ ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടുള്ള ഗാർഡൻ സോയിൽ എടുത്തേക്കുന്നത്. അതുകൂടാതെ ചകിരിച്ചോറും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഞാൻ കുറച്ച് മണ്ണ് ഇതിന് എടുക്കുന്നുള്ളൂ. നന്നായി മിക്സ് ചെയ്തിട്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇത് കുഴച്ച് ഒരു ബോൾ പോലെയാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റിക്ക് വെച്ച് ഇതിലൊരു ഹോൾ ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ ചെടി നടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മളെടുത്ത് വെച്ചേക്കുന്ന ചെടി അതിലേക്ക് വെച്ച് കൊടുക്കും. നമ്മുടെ ബോളൊന്ന് റൗണ്ടാക്കി എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു കോട്ടൺ ക്ലോത്താണ്. അപ്പോൾ ഞാനിവിടെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. നീളത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ക്ലോത്ത് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് വെള്ളമാണ് ആവശ്യമുള്ളത്. ഈ ക്ലോത്ത് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ബോളിന് ചുറ്റുമായിട്ട് നമുക്ക് ചുറ്റി കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ബോൾ കറക്റ്റായിട്ട് നമ്മൾ ഉണ്ടാക്കിയ പോലെ തന്നെ ഇരിക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെ വാട്ടർ കണ്ടന്റ് മെയിൻറ്റെയിൻ ചെയ്യാനും ഇത് സഹായിക്കും. അപ്പോൾ നമ്മുടെ ബോൾ കംപ്ലീറ്റ് ആയിട്ട് കോട്ടൺ തുണി വെച്ച് നമ്മൾ കവർ ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ പായലാണ്. അതുപോലെ തന്നെ ഒരു നൂലും കൂടെ വേണം ഈ പായലിന് കെട്ടി വെക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നമ്മുടെ ബോളിന് ചുറ്റുമായിട്ട് ഈ പായൽ ഗ്യാപ്പൊന്നുമില്ലാതെ ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചതിന് മുകളിൽ കൂടെ നമുക്ക് ഈ നൂല് വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ബോൾ ഫുള്ളായിട്ട് നമ്മുടെ പായൽ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞു. അപ്പോൾ പായലിൻ്റെ മുകളിൽ കൂടെ ഫുള്ളായിട്ട് നമ്മൾ നൂലും വെച്ച് കെട്ടി കൊടുക്കണം. എന്നാലേ ഇത് കറക്റ്റായിട്ട് ആ പൊസിഷനിൽ ഇരിക്കുകയുള്ളൂ. പിന്നെ ഇനി ഇത് നനയ്ക്കാനാണെങ്കിലും ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇത് ഫുള്ളായിട്ട് വേണമെങ്കിൽ നമുക്ക് വെള്ളത്തിൽ മുക്കിയെടുക്കാം. സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ അധികം വെള്ളം അതിലേക്ക് ചെല്ലില്ലല്ലോ. അപ്പോൾ വൺസ് ഇൻ എ വീക്കൊക്കെ ചെയ്താൽ മതി. കാരണം ഇതിൻ്റെ ഉള്ളിൽ നല്ല വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവും. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്ങാനൊക്കെ നനച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വേറൊരു വീഡിയോയായി അടുത്ത ദിവസം കാണാം. ബൈ. താങ്ക് യു സോ മച്ച്.